പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ പൊന്നുതമ്പുരാൻ്റെ പാദപീഠെ ചേർന്നിരിപ്പാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. വളരെ മനോഹരവും വളരെ ബൃഹത്വമായൊരു വിഷയം നമ്മുടെ ചിന്തയിൽ ഇരിക്കുകയാണല്ലോ. ആരാണ് ഭാഗ്യവാൻ? ആ ചോദ്യത്തിൻ്റെ മധുരമനോഹരമായ പല ഉത്തരങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെയായി നാം കേട്ടുകൊണ്ടിരുന്നത്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ തേടുമ്പോൾ വേദപുസ്തകത്തിൽ സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നു: കർത്താവിനെ ഭയപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം, അങ്ങനെ ഒരു ചിന്ത എങ്ങനെയാണ് ഭാഗ്യമെന്നെണ്ണാൻ പറ്റുന്നത്? 112 സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യം, കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 128 സങ്കീർത്തനം 1-ാം തിരുവചനം പറയുന്നു, കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇവിടെ രണ്ട് ഇടത്തും പറയുന്നു കർത്താവിനെ ഭയപ്പെടുക. ഒരിടത്ത് പറയുന്നു അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുക, വേറൊരിടത്ത് പറയുന്നു അവൻ്റെ വഴികളിൽ നടക്കുക. എന്നാൽ രണ്ടിടത്തും പറയുന്നു കർത്താവിനെ ഭയപ്പെടുക. ഈ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഭയം എന്ന് പറയുന്ന വികാരം അതിന് പോസിറ്റീവ് സൈഡുമുണ്ട്, നെഗറ്റീവ് സൈഡുമുണ്ട്. ഒരാളോട് തോന്നുന്ന പേടി, അതിനും ഭയമെന്ന് പറയുമെങ്കിലും പേടി നെഗറ്റീവാണ്. എന്നാൽ ഒരാളോട് തോന്നുന്ന ആദരവിൻ്റെ വെളിച്ചത്തിൽ, ബഹുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ആ ആളോട് തോന്നുന്ന ഭക്തിപൂർവമായ ഭയം, അത് പോസിറ്റീവാണ്. ദൈവസന്നിധിയിൽ നമുക്കുണ്ടാകേണ്ടത് ഈ ഭയമാണ്. അപ്പൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കുന്ന മക്കൾക്ക് അപ്പനോട് തോന്നുന്ന ഭയം, അത് അപ്പനോടുള്ള ആദരവിൽ നിന്നും ബഹുമാനത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഭയമാണ്. അമ്മയുടെ സ്നേഹം ആവോളം അനുഭവിക്കുന്ന മക്കൾക്ക് അമ്മയോട് തോന്നുന്ന ഭയം, അത് ശരിക്കും വെറുപ്പിൽ നിന്ന് ഉടലെടുക്കുന്നതല്ല, അല്ലെങ്കിൽ ആക്രമിക്കുമെന്ന ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്നതല്ല, സംരക്ഷിക്കുമെന്ന ബോധ്യത്തിൽ നിന്നുടലെടുക്കുന്ന ഭയമാണ്. സ്നേഹത്തിൽ നിന്നുടലെടുക്കുന്ന ഭയമാണ്. ആ ഭയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അടിസ്ഥാനപരമായി ദൈവം സ്നേഹമാണ്. ദൈവത്തിന് ആരെയും തകർത്ത് കളയുക എന്നൊരു പദ്ധതിയില്ല. ദൈവം ആരെയെങ്കിലും ശാസിച്ചെങ്കിൽ, ശിക്ഷിച്ചെങ്കിൽ അത് സ്നേഹം പ്രകടിപ്പിക്കാനാണ്. ശപിക്കാറില്ല ദൈവമാരെയും, നശിപ്പിക്കാറില്ല ദൈവമാരെയും. ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ദൈവം സ്നേഹമാണ്. ആ സ്നേഹം ഉള്ളിൽ തട്ടുമ്പോൾ ആ ദൈവത്തോട് നമുക്ക് തോന്നുന്ന ആദരവിൻ്റെയും ആരാധനയുടെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ പ്രകടനമാണ് ദൈവം മുമ്പിലുള്ള നമ്മുടെ ഭയം, ഭക്തിയിൽ നിന്നുടലെടുക്കുന്ന ഭയം. ഇങ്ങനെ ദൈവത്തെ ഭയപ്പെടാനാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യരൊക്കെ ഭാഗ്യമുള്ളവരാണ്. അതിനെ ഇങ്ങനെ പറയാം: എന്നെ സ്നേഹിക്കുന്ന ആൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ ആ സ്നേഹം അനുഭവിക്കുന്ന എനിക്ക് ഒരിക്കലും ആ ആളെ വേദനിപ്പിക്കാൻ കഴിയില്ല. എന്നെ സ്നേഹിക്കുന്നയാളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. എൻ്റെ വാക്കുകളെ ഞാൻ ഭയത്തോടെ പ്രയോഗിക്കും. എന്നെ സ്നേഹിക്കുന്നയാളെ നോട്ടം കൊണ്ട് വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. എൻ്റെ കണ്ണുകളെ ഞാൻ ഭയത്തോടും ഭക്തിയോടും കൂടെ വിനിയോഗിക്കും. എന്നെ സ്നേഹിക്കുന്നയാളെ എൻ്റെ പെരുമാറ്റങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. അതിന് തക്കവണ്ണം ഞാൻ എൻ്റെ പ്രവൃത്തിയും എൻ്റെ പെരുമാറ്റവും ചിട്ടപ്പെടുത്തും. എന്നെ സ്നേഹിക്കുന്നയാളെ മുറിവേൽപ്പിക്കാതിരിക്കാൻ വേണ്ടി
ഞാൻ എൻ്റെ ജീവിതത്തെ ഭയപൂർവമായി ചിട്ടപ്പെടുത്തുമ്പോഴാണ് എനിക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ ആദരവായി പ്രകടനമായി ആ ഭയബഹുമാനം എന്നിൽ നിന്ന് പുറപ്പെടുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തോടുണ്ടാകേണ്ട ഭയം. ഈ ഭയമുള്ള മനുഷ്യരൊക്കെ ഭാഗ്യമുള്ളവരാണ്. എന്നാൽ ഇന്ന് ദൈവത്തെ സ്നേഹിക്കാത്തതുകൊണ്ടും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് അംഗീകരിക്കാത്തതുകൊണ്ടും ഒരുപാട് പേർക്ക് ദൈവത്തോട് ഈ ബഹുമാനവും ഈ ഭയം തോന്നുന്നില്ല. അതുകൊണ്ടവർ ദൈവത്തെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കുന്നു. അതുകൊണ്ടവർ ദൈവത്തെ വെല്ലുവിളിക്കുന്ന വാക്കുകൾ സംസാരിക്കുന്നു. അതുകൊണ്ടവർ ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവവചനം വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ മനഃപൂർവ്വമായി ആവർത്തിച്ച് ചെയ്ത് അവരതിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവർ ദൈവവചനത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു. ഇവിടെയാണ് ആദ്യം പറഞ്ഞ ചിന്ത ചേർത്ത് വയ്ക്കേണ്ടത്. കർത്താവിനെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ കൽപ്പനയുടെ പ്രത്യേകത അത് ദൈവഭക്തന്മാർക്ക് വിശുദ്ധീകരണത്തിനുള്ളതാണ്. അത് ദൈവഭക്തന്മാരുടെ കഴുകപ്പെടലിനുള്ളതാണ്. അത് ദൈവഭക്തന്മാരെ നേരായ വഴി കാണിക്കുന്നതാണ്. അത് ദൈവഭക്തന്മാരുടെ കണ്ണ് പ്രകാശിപ്പിക്കുന്നതാണ്. അത് ദൈവഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ വഴി നിർണയിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ്. ദൈവവചനത്തിൻ്റെ ശക്തിയും പ്രാധാന്യവും 19-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണം. ദൈവമക്കളെ, ദൈവവചനം ഒരു മനുഷ്യൻ്റെ ശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും നേരായ വഴിയിൽ നടക്കാനും വിശുദ്ധിയിൽ സഞ്ചരിച്ച് ദൈവസന്നിധിയിലെത്താനും ആ ആൾക്ക് ഉപകരിക്കുന്നതാണ്. ഇതനുസരിച്ച് നടന്നാൽ അത് വലിയ നന്മയാണ്. എന്നാൽ ഇതനുസരിച്ച് നടക്കാൻ തെല്ല് ക്ലേശമാണ്. ദൈവമക്കളെ, ഒരാൾക്ക് രോഗം വന്നു. ഇപ്പോൾ ഡോക്ടർ എന്ന് നമ്മൾ പറയും. പണ്ട് കാണുന്നത് വൈദ്യനെയാണ്. അന്ന് അലോപ്പതി ചികിത്സയില്ല. അന്ന് ആയുർവേദമാണ് ചികിത്സ. വൈദ്യൻ കഷായം ഉണ്ടാക്കി കൊടുക്കുകയോ കഷായം നിർദ്ദേശിക്കുകയോ ചെയ്യും. ഏത് കഷായത്തിനും കാലകയ്പാണ്. അത് കുടിച്ചിറക്കുക വലിയ പ്രയാസമാണ്. കുടിച്ചിറക്കിയാൽ തന്നെ കുറേ സമയത്തേക്ക് അതിൻ്റെ കയ്പ് നാവിൽ നിൽക്കും. പിന്നെ കുറേ നേരത്തേക്ക് എന്ത് ആഹാരം കഴിച്ചാലും അതിന് രുചി ഉണ്ടാകില്ല. മാത്രമല്ല, ഈ കഷായം കഴിക്കുന്ന അത്രയും കാലം ഏറ്റവും രുചിയോടെ കഴിക്കുന്ന ഒരാഹാരവും കഴിക്കാൻ പാടില്ല. പുളി ഉപയോഗിക്കാൻ പാടില്ല, മധുരം ഉപയോഗിക്കാൻ പാടില്ല, ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല. രുചിയില്ലാത്ത ആഹാരം കഴിക്കണം. ഈ വൈദ്യൻ്റെ നിർദ്ദേശം അനുസരിച്ച് കഷായം കുടിക്കാതെ രോഗം മാറില്ല. ആ വർജനത്തിന് തയ്യാറാകാതിരുന്നാൽ, ഈ കഷായം സഹിക്കാതിരുന്നാൽ മരിക്കും. അപ്പോൾ ഈ കയ്പുള്ള കഷായവും ഈ ശക്തിയേറിയ പഥ്യവും ഈ ആൾക്ക് പാലിക്കാൻ പ്രയാസമാണെങ്കിലും പാലിച്ചാൽ അത് അയാൾക്ക് അനുഗ്രഹമാണ്, സൗഖ്യമാണ്, രക്ഷയാണ്. ഇത് പ്രയാസമാണ്, ഞാനങ്ങ് മരിച്ചു പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ വേദന ഞാനങ്ങ് സഹിച്ചോളാം, കഷായം കുടിക്കാൻ ഞാൻ തയ്യാറല്ല, പഥ്യം നോക്കാനും തയ്യാറല്ല എന്നൊരാൾ പറഞ്ഞാൽ, എന്നിട്ട് അയാൾ അതികഷ്ടത്തിലാവുകയും മരിക്കുകയും ചെയ്താൽ അത് വൈദ്യൻ്റെ കുഴപ്പമോ, വൈദ്യൻ കൊടുത്ത മരുന്നിൻ്റെ കുഴപ്പമോ, വൈദ്യൻ നിർദ്ദേശിച്ച പഥ്യത്തിൻ്റെ കുഴപ്പമോ അല്ല. അപ്പോൾ ഒരു നേട്ടമുണ്ടാക്കണമെങ്കിൽ ചില നഷ്ടങ്ങൾക്ക് തയ്യാറാകണം, ചില സഹനങ്ങൾക്ക് തയ്യാറാകണം. ഇവണ്ണമാണ് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടത്. ഭാഗ്യവാനായി ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ ദൈവത്തെ ബഹുമാനപുരസ്സരം ഭയപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകളെ ഏറ്റവും കൈപ്പേറിയതായി ബോധ്യപ്പെട്ടാലും തോന്നിയാലും അത് സഹിച്ചുകൊണ്ട് അത് പാലിക്കണം. അപ്പോഴാണ് ഒരാൾ ഭാഗ്യവാനായിത്തീരുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർ പരാജയപ്പെടുന്നത് അവിടെയാണ്. ഒന്നും സഹിക്കാൻ ആർക്കും മനസ്സില്ല. സുഖം മാത്രമാണ് ഇന്നത്തെ മനുഷ്യനെ ആകെ ഭരിക്കുന്ന ഒരേ ഒരു വികാരം. അത് തേടി മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. ദൈവമക്കളെ, നേട്ടമുണ്ടാക്കാൻ കഴിയില്ല, നഷ്ടവും കോട്ടവുമേ വരികയുള്ളൂ. വീണ്ടും
സങ്കീർത്തനം പറയുന്നത്, കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. കർത്താവിൻ്റെ വഴികളിൽ നടക്കുക എന്നുള്ളതും വളരെ പ്രയാസകരമാണ്. കർത്താവിൻ്റെ വഴി ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. കർത്താവിൻ്റെ വഴി ആസ്വാദ്യകരവും ഇമ്പകരവുമായ പലതിനോടും വിട പറഞ്ഞ് നടക്കേണ്ട വഴിയാണ്. കർത്താവിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്. കർത്താവിൻ്റെ വഴി മുൾക്കിരീട ധാരണത്തിൻ്റെ വഴിയാണ്. കർത്താവിൻ്റെ വഴി കഷ്ടാനുഭവത്തിൻ്റെ വഴിയാണ്. കർത്താവിൻ്റെ വഴി കാൽവരിയുടെ വഴിയാണ്. കർത്താവിൻ്റെ വഴിയെ നടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബഹുഭൂരിപക്ഷം പേരും കർത്താവിൻ്റെ വഴിയെ നടക്കാൻ മനസ്സില്ലാത്തവരാണ്. കുരിശിൻ്റെ വഴി എല്ലാ ദിവസവും നടത്തുന്ന ആളുകളുണ്ട്. 14 ഇടങ്ങളിലും പ്രാർത്ഥിക്കും. പക്ഷെ ജീവിതത്തിൽ ഒരു കുരിശിൻ്റെ വഴി വന്നാൽ അവർ തളർന്നു വീണ് അങ്കലാപ്പെടുത്ത് ചങ്ക് തല്ലി കരഞ്ഞ് പരിഭവവും പരാതിയുമായി ചിരിക്കാൻ മറന്ന് ആനന്ദം മറന്ന് അവരുടെ ജീവിതത്തിൽ നിരാശപ്പെടും. അപ്പോൾ പിന്നെ ഈ നടത്തുന്ന കുരിശിൻ്റെ വഴിയുടെ അർത്ഥം എന്താണ്? ജീവിതം മുഴുവൻ ഒരു കുരിശിൻ്റെ വഴിയാണ് ദൈവമക്കളെ. 14 ഇടങ്ങളിലല്ല, അതിൽ കൂടുതലിടങ്ങൾ ഒരു പക്ഷേ വീഴേണ്ടി വന്നേക്കാം. എൻ്റെ ജീവിതം കുരിശിൻ്റെ വഴിയിലാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പരാതിയോ പരിഭവമോ കൂടാതെ ദൈവത്തെ ആർത്ത് സ്തുതിച്ചുകൊണ്ട്, ദൈവം ഇങ്ങനെ നടത്തുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്ക് മുമ്പേ കുരിശും പേറി എനിക്ക് മുമ്പേ നടന്ന് എനിക്ക് വേണ്ടി വഴിയൊരുക്കി ആ വഴിയിൽ നടക്കാൻ എന്നെ പ്രേരിപ്പിച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ നയിക്കുന്ന കർത്താവേ, ഈ കുരിശിൻ്റെ വഴിയിലൂടെയുള്ള എൻ്റെ സഞ്ചാരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയാണെന്ന് അവകാശപ്പെട്ട് കർത്താവിൻ്റെ വഴിയെ നടക്കാൻ മനസ്സുള്ളവരൊക്കെ ഭാഗ്യമുള്ളവരാണ്. ഇങ്ങനെ കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്ന ഏത് മനുഷ്യനും ഭാഗ്യവാനെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. ആ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തേണ്ടത്. 128 സങ്കീർത്തകൻ പറഞ്ഞത്, കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഒരു പുരുഷനെക്കുറിച്ചാണത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രീ നടന്നാൽ അവളും ഭാഗ്യവതിയാണ്. പക്ഷേ ഇവിടെ പുരുഷ കേന്ദ്രീകൃതമായി അത് എഴുതപ്പെട്ടിരിക്കുകയാണ്. കർത്താവിനെ ഭയപ്പെട്ടവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഒരു കുടുംബസ്ഥനെക്കുറിച്ച് ഈ ചിന്ത ചേർത്ത് വെച്ചാൽ എന്തൊക്കെയാണ് അവന് ലഭിക്കുന്ന ഭാഗ്യമെന്നാണ് 128 സങ്കീർത്തനത്തിൽ തുടർന്ന് പറയുന്നത്. 1, അങ്ങനെ നീ കർത്താവിനെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടന്നാൽ, നീ കർത്താവിനെ ഭയപ്പെട്ടവൻ്റെ വേദപ്രമാണം അനുസരിച്ച് നടന്നാൽ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും. ഇന്ന് ഒരു വലിയ കുഴപ്പം പിടിച്ച കാഴ്ച എന്താണെന്നറിയാമോ? ഒരു കൂട്ടർ അതികഠിനമായി അധ്വാനിക്കുന്നു, പക്ഷേ അത് ആഹരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആ അധ്വാന ഫലം അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു പക്ഷേ അത് മറ്റാരെങ്കിലും അനുഭവിക്കുന്നത് അവർ കാണേണ്ടി വരുന്നു. അവർക്കോ അത് ലഭ്യമാകാതെ വരുന്നു, അതനുഭവിക്കാൻ കഴിയാതെ വരുന്നു. എൻ്റെ അധ്വാന ഫലം എനിക്ക് അനുഭവിക്കാൻ കഴിയാതെ മറ്റാരെങ്കിലുമാണ് അത് അനുഭവിക്കുന്നതെങ്കിൽ ഞാൻ നിർഭാഗ്യവാനാണ് നിശ്ചയം. എന്നാൽ ഇവിടെ സങ്കീർത്തകൻ പറയുന്നു, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും. നിൻ്റെ അധ്വാനമൊന്നും വൃഥാവായി പോകുകയില്ല. നിൻ്റെ പരിശ്രമങ്ങളൊന്നും പാഴായി പോകുകയില്ല. നിൻ്റെ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും മറ്റൊരാൾ കൈവശപ്പെടുത്തിയിട്ട് നീ എല്ലാം നഷ്ടപ്പെട്ട ഒരാളായി മാറുകയില്ല. നീ നിരാശനെ പോലെ നിൽക്കേണ്ടി വരികയില്ല. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നിനക്ക് തിന്നാൻ കഴിയും. ഉറപ്പായിട്ടും അതിനുള്ള ആ അവസരം നിനക്ക് ദൈവം തരും. നീ കർത്താവിനെ ഭയപ്പെട്ടവൻ്റെ വഴിയിൽ നടന്നാൽ മതി. കർത്താവിനെ ഭയപ്പെട്ടവൻ്റെ വഴിയിൽ നടക്കാത്തത് കൊണ്ടാണ് സ്വന്തം അധ്വാന ഫലം തിന്നാൻ സാധിക്കാത്തത്. അത് മറ്റൊരുത്തൻ തിന്നുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കാൻ നമുക്ക് നിശ്ചയം ചെയ്യാം. അങ്ങനെ ഭാഗ്യവാന്മാരാകാം. അങ്ങനെ ഭാഗ്യവാനായാൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഭാഗ്യം സങ്കീർത്തകൻ പറയുന്നത്, ഭാഗ്യവാനെ, നിൻ്റെ ഭാര്യ നിൻ്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കുമെന്നാണ്.
നിൻ്റെ ഭാര്യ നിൻ്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. വീടിനകത്തിരിക്കും എന്നൊരു ചിന്ത അവിടെ പറഞ്ഞു. അവൾ നിൻ്റേതായിരിക്കും, നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കും, നിന്നെ കരുതിക്കൊണ്ടിരിക്കും, നിന്നെ വാത്സല്യിച്ചു കൊണ്ടിരിക്കും, നിനക്ക് വേണ്ടി മക്കളെ പ്രസവിക്കും. അവൾ നിൻ്റേതായിരിക്കും. അവൾ നിന്നെ വിട്ട് മറ്റാരിലേക്കും മനസ്സോ കണ്ണോ പായിക്കില്ല. അവൾ നിൻ്റെ വീടിനകത്ത് ഇരിക്കും. എന്ന് വെച്ചാൽ സ്ത്രീ പുറത്തു പോകരുതെന്നോ ജോലി ചെയ്യരുതെന്നോ ഒന്നുമല്ല പറഞ്ഞത്. അവളുടെ കൂറും അവളുടെ വിശ്വസ്തതയും അവളുടെ സ്നേഹവും എല്ലാം അവനു വേണ്ടി, അവളുടെ പ്രിയന് വേണ്ടി നൽകപ്പെട്ടിരിക്കും. ഭാഗ്യവാൻ്റെ ഭാര്യ വീടിനകത്ത് എങ്ങനെയിരിക്കും? ഫലപ്രദമായ മുന്തിരിവള്ളി. ഫലപ്രദമായ മുന്തിരിവള്ളി എന്ന സങ്കീർത്തകൻ വ്യാഖ്യാനിക്കുന്നത് സമൃദ്ധിയുടെ, സമ്പന്നതയുടെ, സംതൃപ്തിയുടെ, സമ്പൂർത്തിയുടെ ഒക്കെ വാക്കാണ്. ഫലം കായ്ക്കാത്ത മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ ദൈവമക്കളെ അതൊരു ഒരു ശാപമാണ്. ഫലമുള്ള മുന്തിരിവള്ളി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. ഇവിടെ ഫലമെന്ന് വായിച്ചെടുക്കുമ്പോൾ ആരും വിചാരിക്കരുത് മക്കളെ പ്രസവിക്കുന്ന കാര്യമാണ് പറഞ്ഞതെന്ന്. അതിനെക്കുറിച്ചല്ല ഇവിടെ സങ്കീർത്തകൻ ഉദ്ദേശിച്ച ഫലം. യഥാർത്ഥത്തിൽ ആത്മീകമായി നമ്മളിതിനെ വായിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഒരു വിശ്വസ്തയായ ഭാര്യയുടെ ജീവിതത്തിലെ ആത്മീക ഫലം എന്ന് പറയുന്നത് അവളുടെ ഭർത്താവിനോടുള്ള ഭയഭക്തി ബഹുമാനാദരവുകളും അവളുടെ ദൈവസന്നിധിയിലുള്ള വിശുദ്ധ ജീവിതവുമാണ്. ക്രിസ്തീയ ജീവിതത്തിലെ ആത്മീക ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്. ആത്മാവിൻ്റെ ഫലം 9 എണ്ണം അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ആത്മാവിൻ്റെ ഫലം സ്നേഹമാണ്. അവൾ തൻ്റെ പങ്കാളിയെ സ്നേഹിക്കും, സ്നേഹം കൊണ്ട് മൂടും. ആത്മാവിൻ്റെ ഫലം സന്തോഷമാണ്. അവൾ എപ്പോഴും സന്തോഷവതിയായിരിക്കും, ആനന്ദമുള്ളവളും സംതൃപ്തിയുള്ളവളും എപ്പോഴും തിളങ്ങുന്ന കണ്ണുള്ളവളുമായിരിക്കും. അത് തൻ്റെ ഭർത്താവിനും ആനന്ദം പകരും. ആത്മാവിൻ്റെ ഫലം സമാധാനമാണ്. അവളെപ്പോഴും സമാധാനം അനുഭവിക്കുന്നവളും സമാധാനം പ്രഘോഷിക്കുന്നവളും സമാധാനത്തിൽ നിലനിൽക്കുന്നവളും സമാധാനം പങ്കിടുന്നവളുമായിരിക്കും. ഇതാണ് ഭാഗ്യവാൻ്റെ ഭാര്യയിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ. അവൾ ദീർഘക്ഷമയുള്ളവളായിരിക്കും, അവൾ ദയയുള്ളവളായിരിക്കും, അവൾ പരോപകാരം ചെയ്യുന്നവളായിരിക്കും, അവൾ വിശ്വസ്തയായിരിക്കും, അവൾ വിനയമുള്ളവളായിരിക്കും, അവൾ ആത്മസംയമനം പാലിക്കുന്നവളും ക്ഷിപ്രകോപിയല്ലാത്തവളുമായിരിക്കും. ഭാഗ്യവാൻ്റെ ഭാര്യ കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്ന, കർത്താവിൻ്റെ വേദപ്രമാണം അനുസരിച്ച് പാലിക്കുന്ന ഭാഗ്യവാൻ്റെ ഭാര്യ, അവൾ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കും. ദൈവമക്കളെ, ഇപ്പോൾ പലരും സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇരുന്ന് കേൾക്കുന്നത്. എൻ്റെ ഭാര്യ ചിരിക്കാറില്ല, എൻ്റെ ഭാര്യയെ സന്തോഷവതിയായി ഞാൻ കണ്ടിട്ടില്ല, സ്നേഹത്തോടെ എന്നോടൊരു വാക്കുപോലും അവൾ പറയാറില്ല, അവളൊരിക്കലും എനിക്ക് സമാധാനം തരാറില്ല, അവളൊരു സമാധാനവും അനുഭവിക്കാറുമില്ല, അവൾ ക്ഷിപ്രകോപിയാണ്, ദീർഘക്ഷമ അവൾക്കില്ല, എന്തിനും ഏതിനും പ്രതികരിക്കുകയും കലഹമുണ്ടാക്കുകയും ചെയ്യുന്നവളാണ്. അവൾ ഒട്ടും ദയയില്ലാത്തവളാണ്. അവളൊരു പരോപകാരവും ചെയ്യാതെ സ്വാർത്ഥതയോടെ മാത്രം ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവളാണ്. അവൾ ഒട്ടും വിശ്വസ്തതയില്ലാത്തവളാണ്, ചതി ചെയ്യാൻ മടിയില്ലാത്തവളാണ്. അവൾ വിനയത്തിന് കണിക പോലും ജീവിതത്തിൽ ഇല്ലാത്തവളാണ്, അഹങ്കാരത്തിൻ്റെ കേന്ദ്രമാണ്. അവൾ ആത്മസംയമനം പാലിക്കാൻ മനസ്സില്ലാത്തവളും എപ്പോഴും വൈകാരികമായി വിക്ഷുബ്ധത പ്രകടിപ്പിക്കുന്നവളുമാണ്. ഇങ്ങനെയുള്ള ഒരു ഭാര്യ എൻ്റെ വീട്ടിലുള്ളിടത്തോളം ഞാൻ എങ്ങനെയാണ് ഭാഗ്യവാനാവുക എന്നാരെങ്കിലും ചോദിച്ചാൽ അതിനൊരു മറുവശമുണ്ട്. നീ കർത്താവിനെ ഭയപ്പെടുന്നവനാണോ? കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്നവനാണോ? കർത്താവിൻ്റെ വേദപ്രമാണം അനുസരിച്ച് പാലിക്കുന്നവനാണോ? എങ്കിൽ നിൻ്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കുമെന്നാണ് വാഗ്ദത്തം. നിൻ്റെ സ്വഭാവം നല്ലതല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഭാര്യയുടെ സ്വഭാവം നല്ലതാകണമെന്ന് നീ അവകാശപ്പെടുന്നതെന്ത്? സഹോദരി, നിൻ്റെ സ്വഭാവം നല്ലതല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നല്ലതാകണമെന്ന് നീ അവകാശപ്പെടുന്നതെന്ത്? ഭാഗ്യവാനായാൽ അവൻ്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. അതുതന്നെയാണ് ഭാഗ്യം. മൂന്നാമത്,
നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുമെന്ന് സങ്കീർത്തകൻ പറയുന്നു. അതാണ് മൂന്നാമത്തെ ഭാഗ്യം. മേശയ്ക്ക് ചുറ്റുമെന്നൊക്കെ ഇന്നത്തെ തലമുറയിൽ നിന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലാകില്ല. മേശയുടെ മൂലയ്ക്കൽ ഒന്നൊക്കെ കാണുകയുള്ളൂ, അതിലധികം ഒന്നും കാണില്ല. മേശയ്ക്ക് ചുറ്റും ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഭവനം നിറച്ചും മക്കളുണ്ടാകുമെന്നാണ്. മക്കളെ കൊണ്ട് സമൃദ്ധി അനുഭവിക്കുക. ഇന്ന് സമ്പത്ത് കൊണ്ട് സമൃദ്ധി അനുഭവിക്കാൻ നെട്ടോട്ടമോടുന്ന മനുഷ്യൻ മക്കളെ കൊണ്ട് സമൃദ്ധി അനുഭവിക്കുന്ന ഒരു ചിന്ത പോലും ഉള്ളിലില്ലാത്തവരാണ്. ഒന്നിൽ നിർത്തും, രണ്ടായാൽ അത് അപകടമാണെന്നാണ് പലരും ചിന്തിക്കുന്നത്, അധികപ്പറ്റാകുന്നത്. നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ഒലിവിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒലിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ മനോഹരമായി മുമ്പ് അച്ഛൻ വർണ്ണിച്ചിട്ടുണ്ട്. ഒലിവ് ഒരു തണൽ മരമാണ്. അതിൻ്റെ കീഴിലിരുന്നാൽ തണൽ കിട്ടും. മാതാപിതാക്കൾക്ക് തണലാണ്. ഒലിവിൽ ചാരിയിരുന്നാൽ അതൊരു താങ്ങാണ്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾക്ക് മക്കൾ ഒരു താങ്ങായി മാറും. വടിക്ക് പകരം മക്കൾ മതി. അവർ മാതാപിതാക്കളെ സംരക്ഷിക്കും. ഒലിവ് സമൃദ്ധിയാണ്. അതിൽ നിന്ന് ആഹാരത്തിനുള്ള ഒലിവിൻ്റെ കായ കിട്ടും. അതിന് ഔഷധ ഗുണമുണ്ട്. മാത്രമല്ല, അത് വ്യാപാരം ചെയ്താൽ പണം കിട്ടും. അത് ലാഭകരമാണ്. ഒലിവിൻ്റെ എണ്ണ ഒരുപാട് ആഴമേറിയ ഒരു ഔഷധമാണ്. പ്രിയപ്പെട്ടവരെ, ഒലിവെണ്ണയുടെ ഔഷധ ഗുണം ഒരുപാടുണ്ട്. ഇങ്ങനെ ഒലിവ് ഒരുപാട് പ്രത്യേകതയുള്ളൊരു മരമാണ്. ഒലിവ് തൈകൾ പോലെ മേശയ്ക്ക് ചുറ്റും മക്കളിരിക്കുമെന്ന് പറഞ്ഞാൽ അവർ നിൻ്റെ ജീവിതത്തിലെ സമൃദ്ധി, സമാധാനം, താങ്ങ്, തണൽ, സംരക്ഷണം, ആഹാരം എല്ലാമായി നിൻ്റെ മക്കളുണ്ടാകും. ആർക്ക്? ഭാഗ്യവാന്. ദൈവമക്കളെ, വീണ്ടും നാലാമത് വചനം പറയുന്നു, കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഭാഗ്യവാനെ നിനക്ക് കിട്ടും. നീ കർത്താവിനെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടന്നാൽ കർത്താവ് തൻ്റെ ഭക്തന് കൊടുക്കാൻ വെച്ച എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് കിട്ടും. ഒന്നും നിനക്ക് നിഷേധിക്കപ്പെടുകയില്ല. അതാണ് നാലാമത്തെ ഭാഗ്യം. അഞ്ചാമത് പറഞ്ഞു, നീ യെരൂശലേമിൻ്റെ നന്മ കാണും. ഇവിടെ വിവക്ഷിക്കപ്പെട്ട യെരൂശലേം സ്വർഗ്ഗ യെരൂശലേമാണ്. കർത്താവ് തൻ്റെ മണവാട്ടി സഭയ്ക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയ സ്വർഗ്ഗ യെരൂശലേം. അവിടെ ചെന്ന് പ്രാണപ്രിയനായ മണവാളനോടുകൂടെ മഹാപ്രതാപത്തോടെ സ്വർഗമണവറയിൽ വാഴുന്ന മനോഹരമായ അനുഭവം നീ കാണും. നീ അത് അനുഭവിക്കും. മുത്തുകളാൽ നിർമ്മിക്കപ്പെട്ട, അലങ്കരിക്കപ്പെട്ട, സ്വച്ഛ സ്ഫടിക നിർമ്മിതമായ സ്വർഗ തെരുവീതിയിലൂടെ നിൻ്റെ കാലുകൾ നൃത്തം ചെയ്യും. നീ ഭാഗ്യവാൻ, നീ സ്വർഗ്ഗ യെരൂശലേമിൻ്റെ നന്മ കാണുമെന്ന്. എത്ര വലിയ ഭാഗ്യമാണ് ദൈവമക്കളെ. വീണ്ടും പ്രിയപ്പെട്ടവരെ, ആറാമത് 128 സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവിനെ ഭയപ്പെട്ടവൻ്റെ വഴിയിൽ നടക്കുന്ന ഭാഗ്യവാനേ, നിൻ്റെ ആറാമത്തെ ഭാഗ്യം നിൻ്റെ മക്കളുടെ മക്കളെ നീ കാണും. മക്കളുടെ മക്കളെ കാണുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നീ ദീർഘായുസ്സോടെ ഭൂമിയിൽ ഇരിക്കുമെന്നാണ്. മക്കളുടെ മക്കളെ കണ്ടു എന്നാൽ നീ ദീർഘായുസ്സോടെ ഇരുന്നു എന്നാണ്. ഭാഗ്യവാൻ ഈ ഭൂമിയിൽ ദീർഘായുസ്സുണ്ടാകും. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു പോകുന്നുണ്ട്. വൈദ്യശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ആയുസ് വർദ്ധിപ്പിക്കാൻ മനുഷ്യൻ അശ്രാന്ത പരിശ്രമം നടത്തുകയും വലിച്ചു നീട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിമാരകമായ രോഗങ്ങൾ നിരന്തരം വന്ന് മനുഷ്യനെ വേട്ടയാടി ആയുസ്സിൻ്റെ പകുതിക്കൽ പടിയിറക്കിക്കൊണ്ടു പോകുകയാണ്. എന്നാൽ ഭാഗ്യവാൻ ദീർഘായുസ്സോടെ ഇരിക്കുമെന്നത്രേ സങ്കീർത്തകൻ പഠിപ്പിക്കുന്നത്. ഈ ഭാഗ്യങ്ങളൊക്കെ ഒരാൾക്ക് അവകാശമായി തീരണമെങ്കിൽ കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കണം. കർത്താവിനോടുള്ള ഭയം എങ്ങനെ ഉണ്ടാകുന്നുവെന്ന്, ഭയത്തിൻ്റെ പിന്നിലെ വികാരം എന്താണെന്ന് ആദ്യം പറഞ്ഞല്ലോ. അവൻ്റെ വേദപ്രമാണം അനുസരിച്ച് അവൻ്റെ വഴികളിൽ നടക്കുന്നത് കൈപ്പേറിയ ഒരനുഭവമാണെങ്കിലും അതിൻ്റെ ആനന്ദം വലുതാണെന്ന് പിന്നീട് പറഞ്ഞല്ലോ. അങ്ങനെ ആയാൽ ലഭ്യമാകുന്ന ഭാഗ്യങ്ങളുടെ പരമ്പര 6 പറഞ്ഞു വെച്ചല്ലോ. ഇപ്രകാരം ഞാനും ഒരു ഭാഗ്യവാനാണെന്ന് അവകാശപ്പെടാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സാധിക്കുമോ? ആ ഭാഗ്യത്തിന് എല്ലാവരും പ്രാപ്തരായി മാറട്ടെ. ആരാണ് ഭാഗ്യവാനെന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഇനിയും തുടരാനുണ്ട്. എന്നാൽ ഇന്നത്തെ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.
സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ആരാണ് ഭാഗ്യവാനെന്ന ചോദ്യത്തിന് മധുരമായി നീ ഉത്തരം പറഞ്ഞല്ലോ. ആമേൻ. കർത്താവിനെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന, കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിൻ്റെ വേദപ്രമാണത്തെ പാലിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സത്യമായിട്ടും കർത്താവെ, ആ ഭാഗ്യം ഞങ്ങൾക്കും വേണം. ആ ഭാഗ്യത്തിൻ്റെ മേഖലകൾ ഏതൊക്കെയാണെന്ന് അവിടുന്ന് ഞങ്ങളെ പിന്നീട് കേൾപ്പിച്ചല്ലോ. ഈ കേട്ട ചിന്തകൾ ഞങ്ങളെ തിരുത്തട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ ദർശനങ്ങൾ നൽകട്ടെ, പുതിയ തീരുമാനങ്ങൾ നൽകട്ടെ, പുതിയ വിജയങ്ങൾ നൽകട്ടെ. അതിനാൽ ഞങ്ങളുടെ ജീവിതം ധന്യമായി തീരട്ടെ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Maria.